കർണാടക ജമിയത്തുൽ ഉലമ മുശാവറ മെമ്പർ, കർണാടക മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ആയ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇരുന്ന ഇങ്ങനെ ജയ്നി ഉസ്താദ് ഫക്കിച്ച ഒറ്റ വാക്ക് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിനന്ദനായ സലാത്തുകളെ പണ്ഡിതന്മാരെ, ആദ്യമായി ഷെയ്ഖുന വാടാവൽ ഉസ്താദിനെ കാണുന്നത് ഡോക്ടർ പി വിജയൻ നടത്തുന്ന സൈക്കോളജി ക്ലാസ്സുകളിലാണ്. അന്ന് വിജയൻ സർ എല്ലാവരെയും പരിചയപ്പെടുന്ന കൂട്ടത്തിൽ ഓരോ ആളുകളും അവരുടെ ജോലി പറയുന്ന സമയത്ത് ഷെയ്ഖുന അവர்கள் പ്രോഫറ്റിക് മെഡിസിനാണ് എൻ്റെ ജോലി എന്ന് സാറിനോട് പറഞ്ഞു. ഞങ്ങൾ പിന്നെ ചെന്ന് ചോദിച്ചു എന്താണ് പ്രോഫറ്റിക് മെഡിസിൻ? അപ്പോൾ പ്രവാചക വൈദ്യമാണെന്ന് പറഞ്ഞു. രണ്ടാമതും ഉസ്താദിനെ അതേപോലെ ഒരു ക്ലാസ്സിൽ വെച്ച് കണ്ടപ്പോൾ ഈ ഉസ്താദിന് തീരെ പരിചയമില്ല. പാണാവള്ളി അബ്ദുള്ള എന്നാണ് കണ്ട ആളുകൾക്ക് പരിചയപ്പെടുത്തൽ. പേര് ചോദിച്ചപ്പോൾ പാണാവള്ളി അബ്ദുള്ള എന്ന് പറഞ്ഞു. ഞാൻ നമ്പർ വാങ്ങി. ആലപ്പുഴ ഭാഗത്തിലൊരു ഉസ്താദാണെന്ന് അറിയാം, അതിനേക്കാൾ അപ്പുറം ഉസ്താദിനെ പരിചയമില്ല. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഉസ്താദിനെ കണ്ടപ്പോൾ ആളുകൾ ക്യൂ നിന്നുകൊണ്ട് ഉസ്താദിൻ്റെ കൈ പിടിക്കുന്നതും കൈമുത്തുന്നതും ഒതുങ്ങി നിന്ന് ആദരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഇതൊരു സാധാരണ ആളല്ല എന്ന് ബോധ്യപ്പെടുകയും ഉസ്താദിനെ ആ നിലക്ക് കണ്ട് പരിചയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത്രയും വലിയൊരു മഹാനായ ഉസ്താദ് എന്തിനാണ് ഈ പി വിജയൻ സർ അടക്കമുള്ള ആളുകളുടെ സൈക്കോളജി ക്ലാസ്സുകളിൽ പങ്കെടുത്തെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു അദ്ദേഹം സിനാ ചെയ്യുന്നുമില്ല, കണ്ടുപിടിക്കുന്നുമില്ല, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ എങ്ങനെയാണ് സംബന്ധിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ കുറേ കാലം ഞാൻ ചോദിച്ചു ഇപ്പം ആ ക്ലാസ്സുകളിലേക്ക് പോകാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉസ്താദിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. അതിനുശേഷം ഉസ്താദിൻ്റെ വീട്ടിൽ കർണാടക ബോർഡറിലുള്ള തലപ്പാടി എന്ന സ്ഥലത്തിൻ്റെ വീട്ടിൽ വലിയ താമസിക്കുകയും ആ ഭാഗത്ത് സ്വിമ്മിൻ്റെ ക്ലാസ്സുകൾക്ക് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം അതിനുശേഷം എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഉസ്താദിനോട് മുഷാവറ ചെയ്ത് മാത്രം തീരുമാനിക്കുന്ന ഒരു ശൈലിയിലേക്ക് ഞാൻ മാറി. മംഗലാപുരത്ത് വലിയൊരു 30 കോടിയുടെ വലിയൊരു പ്രോപ്പർട്ടി ഒരു സ്ഥാപനം ഏറ്റെടുക്കാൻ വേണ്ടി ആവേശത്തോടു കൂടി തീരുമാനിക്കുകയും ആ എഗ്രിമെന്റിൽ സൈൻ വെക്കുകയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉസ്താദിൻ്റെ ഒരു സമ്മതത്തിന് വേണ്ടി ഇങ്ങോട്ട് വരികയും ഉസ്താദിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ വലിയൊരു 50,000 സ്ക്വയർ ഫീറ്റുള്ള വലിയൊരു സ്ഥാപനത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോവാണ്, ഉസ്താദിന് പൊരുത്തത്തിന് വന്നാണ് ചോദിച്ചപ്പോൾ ഉസ്താദ് എന്നെ നോക്കി കുറച്ച് സമയം കണ്ണു ചുമ്മിയിരുന്നു പറഞ്ഞു, അത് ഭാരാവില്ല മോനെ, 50 കിലോ ചുമക്കാൻ പറ്റുന്ന ആൾക്ക് 150 കിലോ ചുമക്കാൻ പറ്റുമോ മോനെ എന്ന് ചോദിച്ചു. ഞാൻ ആൾറെഡി എല്ലാ അഗ്രിമെന്റും കഴിഞ്ഞ് ആ സ്ഥാപനത്തിന്റെ ചെയർമാനായി അഭിമാനത്തോടുകൂടി ഉസ്താദിനടുത്ത് വന്നതായിരുന്നു. ഉസ്താദ് സമ്മതിച്ചേ തീരൂ എന്നുള്ള നിർബന്ധമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഉസ്താദിന്റെ മുഖഭാവം കണ്ടപ്പോൾ പറഞ്ഞു കുറച്ച് ദിവസം ആലിംബ്രാൻ സൂറത്ത് തോന്നിപ്പോ മോനെ, അതിനുശേഷം എന്താണ് തോന്നുന്നത് ചെയ്തു എന്ന് പറഞ്ഞു. ആലിംബ്രാൻ അവതാൻ പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഒരു കാഫിർ ആ സ്ഥാപനത്തിൽ കേസ് കൊടുത്തു. ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിലച്ചുപോയി. ഞാനത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനാകുമായിരുന്നു കേസിന്റെ പ്രതി. അത്രയും വലിയ മുസീബത്തിൽ ഉസ്താദിനെ രക്ഷപ്പെടുത്തി. അതിനുശേഷം കഴിവിന്റെ ബ്രഹ്മാവ് ഉസ്താദുമായിട്ട് നല്ല ബന്ധം പുലർത്താറുണ്ട്. അല്ലാഹു തആല ഉസ്താദിന്റെ മദദും തർബിയത്തും അവിടുത്തെ ദൈഹികമായ വിവേകത്തിന്റെ ശേഷം നമുക്ക് നൽകട്ടെ. സ്വർഗ്ഗലോകത്തിൽ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും.